ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഷോർട്ട് കട്ടാണ് docs.new. അപ്പോൾ docs.new എന്നുള്ള ഷോർട്ട് കട്ട് നമുക്ക് നമ്മുടെ ബ്രൗസറിൻ്റെ ടൈറ്റിൽ ബാറിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. നമുക്ക് ഗൂഗിൾ ഡോക്സിലേക്ക് കണ്ടൻസിനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഷോർട്ട് കട്ടായിട്ടുള്ള Ctrl+C Ctrl+V ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ വരുന്നത് നമ്മൾ കോപ്പി ചെയ്യുന്ന ആ സെയിം ഫോർമാറ്റിൽ തന്നെയായിരിക്കും നമുക്ക് ഡോക്യുമെൻറ്റിലും കിട്ടുന്നത്. പക്ഷേ നമുക്ക് ഡോക്യുമെൻറ്റിൽ വേറൊരു ഫോർമാറ്റാണ് നമ്മുടെ ഡോക്യുമെൻറ്റിലെങ്കിൽ ആ ഫോർമാറ്റിലേക്ക് പേസ്റ്റ് ആവുന്നതിന് നമുക്ക് Ctrl+Shift+V കോമ്പിനേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഈ കോമ്പിനേഷനിൽ നമുക്ക് ആ ഡെസ്റ്റിനേഷൻ ഫോർമാറ്റിങ്ങിൽ തന്നെ പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സിൽ സിഗ്നേച്ചർ പോലെയുള്ള എന്തെങ്കിലും ഡ്രോയിങ് കണ്ടൻസ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡ്രോയിങ് ഓപ്ഷനിൽ നമുക്ക് ലൈനിന് പകരം സ്ക്രിബിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് മൗസ് ഉപയോഗിച്ച് തന്നെ സിഗ്നേച്ചറൊക്കെ ഡ്രോ ചെയ്യാവുന്നതാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേർഡ്സിൻ്റെ കൗണ്ടും ക്യാരക്ടേഴ്സിൻ്റെ കൗണ്ടും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് Ctrl+Shift+C കോമ്പിനേഷൻ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഗൂഗിൾ ഡോക്സിലുള്ള കണ്ടൻസിനെ പറ്റി സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് എക്സ്പ്ലോർ. അതിനുവേണ്ടി ഏതാണോ കണ്ടൻറ്റ് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് എക്സ്പ്ലോർ ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഗൂഗിൾ ഡോക്സിൽ നമുക്ക് വേർഡ്സിൻ്റെ മീനിങ്സ് ഒക്കെ അറിയുന്നതിനായിട്ട് ഡിക്ഷണറി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി വേർഡ്സ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിഫൈൻ ഓപ്ഷൻ ചൂസ് ചെയ്യുക. ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേർഡ്സിനെയോ സിമ്പിൾസിനെയോ ഒക്കെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട വേർഡും കൊടുക്കുക, ഏത് വേർഡ് വെച്ചാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്നും കൊടുക്കുക. നിങ്ങൾക്ക് വേർഡ്സും കൊടുക്കാം, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സും സിമ്പിൾസും ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് ടൈപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റീപ്ലേസ് ആകുന്നതാണ്. ഗൂഗിൾ ഡോക്സിൽ നമുക്ക് ചാർട്ട് ഇൻസർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഏത് ടൈപ്പ് ചാർട്ട് വേണമെങ്കിലും നമുക്ക് ഇൻസർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ചാർട്ട് ഇൻസർട്ട് ചെയ്തതിന് ശേഷം അതിലുള്ള വാല്യൂസിനെയും ഡേറ്റയും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ സോഴ്സ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിൽ നമുക്ക് ഡേറ്റാസൊക്കെ കാണാനായിട്ട് പറ്റും. അതിൽ നിന്നും ആവശ്യമായിട്ടുള്ള എഡിറ്റ്സ് വരുത്തിയതിന് ശേഷം ഗൂഗിൾ ഡോക്സിൽ വന്നതിന് ശേഷം അവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വരുത്തിയ ചേഞ്ചസ് അവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഡോക്യുമെൻറ്റിനെ ഏത് ലാംഗ്വേജിലേക്ക് വേണമെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ട്രാൻസ്ലേറ്റ് ഡോക്യുമെൻറ്റ്. അതിനുള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡോക്യുമെൻറ്റ് ട്രാൻസ്ലേറ്റ് ആയി കിട്ടുന്നതാണ്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്യുമെൻറ്റിനെ പ്രീവിയസ് വേർഷനിലേക്ക് പോകുന്നതിനും പ്രീവിയസ് വേർഷനിലെ ചേഞ്ചസ് കാണുന്നതിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് വേർഷൻ ഹിസ്റ്ററി.